ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നാളെ നമ്മുടെ 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ ആണ്. ആ എക്സാമിനേഷൻ നമ്മൾ കാണാൻ സാധ്യത ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സോ മക്കൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇതിൽ ഫസ്റ്റിലെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറയുന്ന റിസോഴ്സ് യൂട്ടിലൈസേഷൻ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ. അവിടെ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് മക്കൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ഈ റിസോഴ്സിനെ, വിഭവങ്ങളെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം ബേസ് ഓഫ് ദ ഒറിജിൻ, അതിന്റെ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് രണ്ടെണ്ണം ഏതൊക്കെയാണ്? നാച്ചുറൽ റിസോഴ്സും മാൻമെയ്ഡ് റിസോഴ്സും ആണ്. അഥവാ പ്രകൃതി വിഭവങ്ങളും മനുഷ്യ നിർമ്മിത വിഭവങ്ങളും. പേര് തന്നെ ഉണ്ട്. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ദ നാച്ചർ, പ്രകൃതി തന്നെ നിർമ്മിച്ചാണ്. അതേസമയം എന്ത് ചെയ്തു? മാൻമെയ്ഡ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ദ മാൻ, അഥവാ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തതിനാണ് വിളിക്കുക മാൻമെയ്ഡ് റിസോഴ്സ്. അതിന്റെ എക്സാമ്പിളുകളും മക്കൾക്ക് നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ഓൺ ദ ബേസ് ഓഫ് റിന്യൂവബിലിറ്റി. ഞാൻ പറയുന്നു, നാളത്തെ ക്രിസ്മസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ട് മക്കളെ കാണും. അത്രയും കൺഫേം ആയിട്ടുള്ള വിഭാഗമാണെന്ന് പറയുന്നത്. നമ്മൾ റിസോഴ്സിന്റെ വിഭവങ്ങളെ രണ്ടായിട്ട് വേറെ തരംതിരിക്കാം. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും. അതിന്റെ എക്സാമ്പിളുകൾ അടക്കം നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള എക്സാമ്പിളുകൾ ചോദ്യം ചോദിക്കാൻ തന്നെയാണുള്ളത്. അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളും. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു എന്ന് കരുതി അത് എക്സോസ്റ്റഡ് ആവില്ല, അത് ഇല്ലാതാവില്ല. അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം, കാറ്റ്, ജലം, തിരമാല, സൺലൈറ്റ്, വിൻഡ്, വാട്ടർ, വേവ്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. അതേസമയം നോൺ റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിനാണെങ്കിൽ ഇരുമ്പ് നമുക്ക് പറ്റുമോ? അയൺ ഇല്ല. ഗോൾഡ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ? പെട്രോളിയം, കൽക്കരി, കോള് തുടങ്ങിയിട്ട്. അപ്പൊ ഇതിന്റെ എക്സാമ്പിളും പഠിച്ചു വെക്കണം. അത് എന്താണെന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതിന്റെ ഡീറ്റെയിലുകളൊക്കെ ഇന്നത്തെ നമ്മുടെ ലൈവിൽ പറയുന്നതാണ്. കൂടാതെ തന്നെ നമ്മള് ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളും ഇരുമ്പിന്റെ അംശം ഇല്ലാത്ത ലോഹങ്ങളും ഉണ്ടല്ലോ. ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും, അഥവാ ലോഹധാതുക്കളും അലോഹധാതുക്കളും ഉണ്ട്. അതിൽ ലോഹധാതുക്കളെ തന്നെ അഥവാ മെറ്റാലിക് മിനറൽസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് ഇരുമ്പിന്റെ അംശമുള്ളതും ഇരുമ്പിന്റെ അംശം ഇല്ലാത്തതും എന്ന് പറയുന്നത്. ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും. അതിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് മക്കളെ. ഫെറസ് മെറ്റൽസ് ഇരുമ്പിന്റെ അംശം ഉള്ളതാ എന്ന് വെച്ചാൽ അത് ഇരുമ്പ് പോലെ ആയിരിക്കും ഉണ്ടാവുക. അത് ഗ്രേ കളർ, ചാര നിറത്തിലുണ്ടാവുക. അതുപോലെ തന്നെ ഇരുമ്പാണല്ലോ, അതിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഗാന്ധത്തോട് ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അതുപോലെ ഹെവി ആയിരിക്കും, വെയിറ്റ് ഉള്ളതായിരിക്കും. അപ്പൊ ഇരുമ്പിന്റെ അംശം ഇല്ലാത്തതോ? ഡിഫറെന്റ് കളേഴ്സ്, പല നിറത്തിൽ കാണാം. ഗാന്ധിക സ്വഭാവം ഉണ്ടാവില്ല. നോൺ മാഗ്നറ്റിക് ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കൂടെ തന്നെ റിലേറ്റീവ്ലി ലൈറ്റ് വെയിറ്റ്, അതിന്റെ വെയിറ്റ് എന്തായിരിക്കും? കനം കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. കൂടാതെ ഇത് നാളത്തെ പരീക്ഷയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. മെറ്റാലിക് മിനറൽസും അതിന്റെ യൂസസും, അതുപോലെ തന്നെ നോൺ മെറ്റാലിക് മിനറൽസും അതിന്റെ യൂസസ് എന്ന് പറയാം. ഇരുമ്പ്, അയൺ എന്തിനാണ് യൂസ് ചെയ്യാനുള്ളത്? മലയാളം മീഡിയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയൺ ഉപയോഗിക്കാനുള്ളത് കൺസ്ട്രക്ഷൻ, നിർമ്മാണത്തിന് ഉപയോഗിക്കാനുള്ളത്. ഗോൾഡ് ആണെങ്കിൽ ജ്വല്ലറിക്കും ഇലക്ട്രോണിക്സിനൊക്കെ ഉപയോഗിക്കും. കോപ്പർ ആണെങ്കിൽ ഇലക്ട്രിക്കൽ വയറിങ്ങിനും പ്ലംബിങ്ങിനും ഒക്കെ യൂസ് ചെയ്യും. അതേസമയം നോൺ മെറ്റാലിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാഫൈറ്റ്, നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിലൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. നമ്മൾ കടലാസ് പെൻസിൽ നമ്മൾ എഴുതാനൊക്കെ ഉപയോഗിക്കാറില്ലേ? നിങ്ങൾ എഴുതുന്ന ആ പെൻസിലാണ്. പെട്രോൾ നമ്മൾ ഫ്യൂൽ ഫോർ വെഹിക്കിൾസ്, വാഹനങ്ങളിലെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാറുണ്ട്. കളിമണ്ണ് എന്താണ്? പോട്ടറി, ബ്രിക്സ്, ടൈല്, സിമെന്റിനൊക്കെയാണ് നിർമ്മിക്കാറുള്ളത്. ഇതിന്റെ ഉപയോഗങ്ങൾ മലയാളത്തിലുണ്ട്. ഇരുമ്പാണെങ്കിൽ നിർമ്മാണത്തിനാണ്, സ്വർണ്ണമാണെങ്കിൽ ആഭരണങ്ങൾക്കും ഇലക്ട്രോണിക്സിനുമാണ്, ചെമ്പാണെങ്കിൽ വൈദ്യുതി വയറിങ്ങിനും പ്ലംബിങ്ങിനൊക്കെയാണ്. ഗ്രാഫൈറ്റ് ആണെങ്കിൽ പെൻസിൽ നിർമ്മാണത്തിലാണ്, പെട്രോൾ വാഹനങ്ങളുടെ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നു. കളിമണ്ണാണെന്നുണ്ടെങ്കിൽ മൺപാത്രങ്ങൾ, ഇഷ്ടികകൾ, ടൈലുകൾ, സിമെന്റുകൾ ഇവയ്ക്കെല്ലാമാണ് എന്ത് ചെയ്യാറുള്ളത്? മൺപാത്രങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. ദെൻ അടുത്തൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതകളാണ്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മക്കളെ. ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മറ്റു വ്യവസായങ്ങൾക്കും സേവനങ്ങൾക്കും പിന്തുണ നൽകുന്നുണ്ട്. ഇറ്റ് സപ്പോർട്ട് അതർ ഇൻഡസ്ട്രീസ് ആൻഡ് സർവീസസ്. കാരണം മറ്റു വ്യവസായങ്ങളെല്ലാം ഉണ്ടാവണമെങ്കിൽ ഇരുമ്പ് നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്രീസ് ദ നാഷണൽ ഇൻകം, രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ക്രിയേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കും. റൈസ് ഇൻ ദ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്, എന്നുവെച്ചാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ജീവിത നിലവാരം മെച്ചപ്പെടും. ഇതിനെല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്, അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റേഷൻ ആണ്. സോ അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. കൂടാതെ അടുത്തൊരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ റീസൺസ് ഓഫ് ഗ്രോത്ത് ഇൻ ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇൻ ഒഡീഷ. ഒഡീഷയിലെ ഇരുമ്പുരുക്ക് വ്യവസായം വളരാനുള്ള കാരണം എന്താണ്? ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറീസ് വരുന്നത്. അതിന്റെ റീസൺസുകൾ കൃത്യമായിട്ട് പഠിച്ചേക്കാം. അതിൽ മക്കളെ, ഒന്ന് ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, അഥവാ ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. രണ്ടാമത്തെ മിനറൽ അവൈലബിലിറ്റി, അവിടെ ധാരാളം ധാതുക്കൾ, ഇരുമ്പ് അതുപോലെ കോള്, കൽക്കരിയൊക്കെ കിട്ടും. അതുപോലെ ജലലഭ്യത, വാട്ടർ അവൈലബിലിറ്റി ഉണ്ട്. ഗതാഗത സൗകര്യം, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യാണ്? നമ്മുടെ പോർട്ടുകൾ, തുറമുഖങ്ങൾ, കാര്യങ്ങൾ, റെയിൽവേ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാനമായിട്ട് വരുന്നുണ്ട്. തീരപ്രദേശവും തുറമുഖങ്ങളും അവിടെ നമുക്ക് വരുന്നുണ്ട്. വാട്ടർ അവൈലബിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, കോസ്റ്റൽ അഡ്വാൻറ്റേജസ്, ഈ കാര്യങ്ങൾ ഇവിടുന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഇത് പഠിക്കാതെ പോകരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കൂടാതെ അടുത്തായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്
വാട്ട് ഈസ് പൊല്യൂഷൻ? എന്താണ് പൊല്യൂഷൻ? മലിനീകരണം എന്താണെന്ന് പഠിച്ചേക്കണം. ഡിഫറെന്റ് എനി 2 types ഓഫ് പൊല്യൂഷൻ കോസ്ഡ് ബൈ ദ ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ചെയ്യുന്ന 2 പൊല്യൂഷനുകൾ ഏതൊക്കെയാന്നുള്ളത്. മക്കളെ, എല്ലാ പൊല്യൂഷൻസിലെയും ഏറ്റവും മേജർ റീസൺ എന്ന് പറയുന്ന ആരെന്നെയാണ്? ഇൻഡസ്ട്രീസ് തന്നെയാണ്. സോ പൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് എന്താ അറിയാം? വായു, ജലം, മണ്ണ് എന്നിവയിൽ എന്തെങ്കിലും വലിയ ഭൗതികമോ രാസികമായോ ജൈവികമോ ആയ സ്വാഭാവികതയുള്ള അനഭിലഷണീയമായോ എന്ന് വെച്ചാൽ തെറ്റായ രീതിയിലുള്ള മാറ്റത്തെയാണ്, കോൺസിക്വൻസസിനെയാണ് നമ്മൾ പൊല്യൂഷൻ, മലിനീകരണം എന്ന് വിളിക്കാറുള്ളത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാൽ എയർ പൊല്യൂഷൻ, വായു മലിനീകരണത്തിന് കാരണം എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രികളിൽ നിന്ന്, ഫാക്ടറികളിൽ നിന്നുള്ള ടോക്സിക് ഗ്യാസസ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാണ്? നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നതാണ്, വിഷവാതകങ്ങൾ വരുന്നതാണ് നമ്മുടെ എയർ പൊല്യൂഷൻ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ ടോക്സിക് ഗ്യാസസ് ഉള്ളത്? സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയിട്ടുള്ള, പിന്നെ മീഥൈന് തുടങ്ങിയിട്ടുള്ളവയാണ് ഇതിൽ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ. പൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും, ഇല്ലെങ്കിൽ പകുതി മീശല്ല, പകുതി ഉണ്ടാവും പറഞ്ഞാൽ. സോ പഠിച്ചോ, സെറ്റ്. സോ മക്കളെ, അതുപോലെ തന്നെ രണ്ടാമത്താണ് സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണത്തിന് ആരെന്നെയാണ് കാരണം? നമ്മുടെ ഇൻഡസ്ട്രീസ് തന്നെയാണ്. ഫാക്ടറികളിൽ നിന്നെല്ലാം എമിറ്റ് ചെയ്യുന്ന നാച്ചുറൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? സോയിലിലേക്ക്, മണ്ണിലേക്ക് എല്ലാം വിടുന്ന ഈ വേസ്റ്റുകളും ഫാക്ടറിയിൽ നിന്നൊക്കെ വരുന്ന, അതിനും ഇൻഡസ്ട്രി, വ്യവസായശാല തന്നെയാണ് കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ, അതിനും എന്തിനാ കാരണം? ഫാക്ടറികളിൽ നിന്നെല്ലാം വരുന്ന കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വെള്ളം എന്തിയാണ് നമ്മുടെ പുഴകളിലേക്കും കടലുകളിലേക്കും എല്ലാം വരുന്ന, അതിനും ഇൻഡസ്ട്രീസ് തന്നെയാണ് കാരണം. സോ എല്ലാത്തിനും ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. സോ പൊല്യൂഷൻ, മലിനീകരണം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എന്റെ മക്കൾ പഠിച്ചേക്കണം, പഠിക്കാതെ പോകരുത് കേട്ടോ. എന്തായാലേ നമ്മുടെ യൂറോപ്പ് ഓൺ ദ വേൾഡ് മാപ്പ് ഉണ്ടല്ലോ, ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ, അവിടെയും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മക്കളെ. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ ഫിസിയോഗ്രഫിയാണ്. എന്നുവെച്ചാൽ അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയുണ്ടെന്നല്ലേ. ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ഞാൻ കാണിച്ചു തരാം, മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്? യൂറോപ്പിനെ 4ആയിട്ടാണ് തരംതിരിക്കുന്നത്. നോർത്ത് വെസ്റ്റേൺ ഹൈലൻഡ്സ്, നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ, സെൻട്രൽ അപ്ലാൻഡ്സ്, ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അഥവാ വടക്ക് പടിഞ്ഞാറൻ ഹൈലൻഡ്, വടക്ക് യൂറോപ്യൻ സമതലം, സെൻട്രൽ അപ്ലാൻഡ് എന്ന് പറഞ്ഞാൽ മധ്യ ഉന്നത തടം, ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. ഇതിന്റെ സവിശേഷതകൾ നിർബന്ധമായിട്ടും പഠിച്ചേക്കണം. സവിശേഷതകൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടുള്ളതാണ്. ഇതിന് ഡീറ്റെയിൽഡ് ചെയ്തിട്ട് നമ്മുടെ മാരത്തോണിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കാം. എന്ന് വെച്ചാൽ നമ്മൾ നോർത്ത് വെസ്റ്റേൺ ഹൈലൻഡ്സ് വരുന്ന സമയത്ത് എന്താണ്? അവിടെ ഹൈ ഹിൽസ്, ഉയർന്ന കുന്നുകളാണ്, ഓൾഡ് പ്ലാറ്റ്യൂസ് ആണ് വരുന്നത്. അവിടെ ഫോർജുകൾ കാണാൻ പറ്റും, സ്നോ കവേർഡ് മൗണ്ടെയിൻസ് ആണ് ആക്ച്വലി വരുന്നത്. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു? മലയാളത്തിൽ പറയുന്നത് ഉയർന്ന കുന്നുകൾ, പീഠഭൂമികൾ, ഹിമാനികൾ, ഫ്യോർഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുന്നതാണ്. വടക്ക് യൂറോപ്യൻ സമതലമാവുന്ന സമയത്തോ അവിടെ ഇതാണ് വടക്ക് യൂറോപ്യൻ സമതലമാണ്. അവിടെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന സ്ഥലം. അവിടെ കൃഷി ഉണ്ടാവാനുള്ള കാരണം നദികൾ ധാരാളമായിട്ടുണ്ട്. ആ നദികൾ കൊണ്ടുവരുന്ന അവസാദങ്ങളായിട്ടുള്ള സെഡിമെന്റ്സുകളായിട്ടുള്ള അലൂവിയൽ എക്കൽ മണ്ണാണ് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അവിടുത്തെ പുൽമേടുകൾ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്സ്. അപ്പൊ സ്റ്റെപ്സ് എന്ന് വിളിക്കുന്ന ഈ സ്റ്റെപ്സ് എവിടെയാണ് കാണാന്നുള്ളത് ചോദിക്കും. അത് നോർത്ത് യൂറോപ്യൻ പ്ലെയിനിലാണ് കേട്ടോ. നോർത്ത് യൂറോപ്യൻ പ്ലെയിനിലാണ്. ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കൂടാതെ തന്നെ സെൻട്രൽ അപ്ലൈൻസ് ആണെങ്കിൽ സ്മാൾ താഴ്ന്ന കുന്നുകൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അവിടെയാണ് റൈൻ റോൺ എന്ന് പറയുന്ന 2 റിവേഴ്സുകളൊക്കെ ഒഴുകുന്ന സ്ഥലമാണ്. യങ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് വെച്ചാൽ മലകൾ, പർവ്വതങ്ങൾ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അൺഈവൻ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഒരിക്കലും യൂറോപ്പിൽ ഈക്വൽ ആയിട്ടുള്ള പോപ്പുലേഷൻ ഉള്ളത്. അതിന്റെ കാരണങ്ങൾ നമ്മുടെ ഇപ്പോൾ യൂറോപ്പിന്റെ തന്നെ നമ്മൾ യൂറോപ്പിൽ ഇപ്പോൾ ഏഷ്യയുടെ ഒരു ഭാഗം യൂറോപ്പിൽ കിടക്കുന്നുണ്ട്. അവിടേക്കാണ് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളത്. അതിന്റെ റീസൺസുകൾ എന്താണെന്നല്ല, നമ്മൾ സ്കാൻഡാവിയൻ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പോപ്പുലേഷൻ കുറവാണ്. അതിന്റെ റീസൺസുകൾ എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഒരിക്കലും ഈക്വൽ അല്ലാതെ ആവാനുള്ള കാരണങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നെന്താണ്? കോൾഡ് ക്ലൈമറ്റ്, കഠിനമായ ശീതകാലമാണ്. മൗണ്ടെയിൻ ടെറൈൻ, പർവ്വത ഭൂസവിശേഷതകളാണ്. ഹാർഷ് എൻവിറോൺമെന്റ് എന്ന് വെച്ചാൽ പ്രകൃതി ദോഷങ്ങൾ എന്ന് വെച്ചാൽ പ്രകൃതി ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടീസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ സദേൺ കോസ്റ്റൽ സിറ്റീസ് ഓഫ് ദീസ് കൺട്രീസ്, ഒരുവിധം ആളുകളൊക്കെ താമസിക്കുന്ന എവിടെയാണ്? നമ്മുടെ തീരപ്രദേശങ്ങൾ എന്ന് വെച്ചാൽ കടലിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ യൂറോപ്പിലെ കൃഷി 3 തരത്തിലാണ് യൂറോപ്പിൽ കൃഷി നടക്കുന്നത്. ഇന്റൻസീവ് ഫാമിംഗ്, എക്സ്റ്റെൻസീവ് ഫാമിംഗ്, മിക്സ്ഡ് ഫാമിംഗ്. തീവ്ര കൃഷി, വ്യാപക കൃഷി, മിശ്ര കൃഷി എന്ന് പറയും. അതിൽ തീവ്ര കൃഷി അഥവാ ഇന്റൻസീവ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ജനസംഖ്യ കൂടിയ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളാണ് എന്താണ് അവിടെ മികച്ച യന്ത്രങ്ങൾ, മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാറില്ല. അതേസമയം എക്സ്റ്റെൻസീവ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ അതിവിശാലമായ സ്ഥലത്ത് വാണിജ്യമായിട്ട് സ്ഥലത്ത് കൊമേഴ്ഷ്യൽ ആയിട്ട് കച്ചവടം നടത്തുന്ന വലിയ വലിയ മെഷീനുകൾ വെച്ചിട്ടാണ് എക്സ്റ്റെൻസീവ് ഫാമിംഗ്, വ്യാപക കൃഷി നടത്താം. മിശ്ര കൃഷി എന്ന് പറയുമ്പോൾ മിക്സഡ് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അവിടെ കൃഷിയും നടക്കുന്നുണ്ട്, അതേസമയം ആനിമൽസ്
ആനിമൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, വളർത്തുന്നുണ്ട്. കൃഷിയും മൃഗപരിപാലനം കൂടെ ഒരുമിച്ച് നടത്തുന്നതിനാണ് ഇത് വിളിക്കാം ഈ മിക്സഡ് ഫാമിംഗ് എന്ന് വിളിക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ഇന്നത്തെ നമ്മൾ മാരത്തോണിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ അതുകൊണ്ട് മാരത്തോൺ ആരും മിസ്സാക്കരുത്. ഞാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഇപ്പൊ പറഞ്ഞുതരാവുന്നതും ഇനി ഇതിന്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിലുകൾ പറയേണ്ടതുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും മാരത്തോൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ മക്കളെ ആരും മറക്കണ്ട, ഇന്ന് രാത്രി 7 മണിയിലെ മാരത്തോൺ. എല്ലാവരും പോര്. ഓൾ ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് 40 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, അതിലെ എല്ലാ ചോദ്യങ്ങളും ഇന്ന് നമ്മൾ അവിടെ പറഞ്ഞേക്കും. സോ ഒരിക്കലും മിസ്സാക്കരുത്. എല്ലാവരും അവിടെ വാടാ.